മെറ്റ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ ഫാസ്റ്റനിങ് മെത്തേഡ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിൻസുകളാണ് ത്രെഡഡ് ജോയിൻസ്, റിവറ്റഡ് ജോയിൻസ്, വെൽഡഡ് ജോയിൻസ് എന്നിവ. സ്ക്രൂ ത്രെഡ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള സ്ക്രൂ ടൈപ്പുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റിവറ്റഡ് ജോയിൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ത്രെഡഡ് ജോയിൻറ്റുമായിട്ട് ഇതിന് വ്യത്യാസം വരുന്നത്, റിവറ്റഡ് ജോയിൻസും വെൽഡഡ് ജോയിൻസും എല്ലാം പെർമനൻറ്റ് ജോയിൻ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ക്രൂ ത്രെഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ് നൽകുന്നത്. അത് ആവശ്യമുള്ള സമയത്ത് മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. എന്നാൽ റിവറ്റഡ് ജോയിൻസും വെൽഡഡ് ജോയിൻസും പെർമനൻറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് ആ ഒരു ജോയിൻറ്റ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിവറ്റഡ് ജോയിൻസിലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ മനസ്സിലാക്കാം. സോ റിവറ്റഡ് ജോയിൻസ് യൂസ് ചെയ്യുന്നത് ഒരു പെർമനൻറ്റ് ഫാസ്റ്റനിങ് ആയിട്ടാണ്. അപ്പോൾ അത് കൂടുതലും സ്ട്രക്ചറൽ വർക്കിനും ഷിപ്പ് ബിൽഡിങ്, ബ്രിഡ്ജസ്, ടാങ്ക്സ് ആൻഡ് ബോയിലർ ഷെൽസ് അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ലൈറ്റ് മെറ്റൽസ് ജോയിൻ ചെയ്യാനാണ് കൂടുതലും റിവറ്റ് യൂസ് ചെയ്യാറ്. റിവറ്റിൻ്റെ പോർഷൻസ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗറും അതിൻ്റെ പോർഷൻസുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഹെഡ് ഉണ്ടാവും. ഹെഡിൽ നിന്നും ഷാങ്ക് ഓർ ബോഡി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. ഈ ഷാങ്കിൻ്റെ അടിഭാഗത്തായിട്ട് ടൈൽ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈലിനെയാണ് നമ്മൾ വീണ്ടും ഹെഡാക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഒരു ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട മെറ്റീരിയൽസ് ഈ ഒരു ബോഡി പോർഷൻ, അതായത് ബോഡി വരുന്ന ആ ഒരു ഹൈറ്റിനനുസരിച്ചായിരിക്കും ഒന്നോ അതിലധികമോ പ്ലേറ്റുകൾ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു ടൈൽ പോർഷൻ വീണ്ടും ഇവിടെ ഹെഡ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഒരു ഹാമറിൻ്റെയൊക്കെ സഹായത്താൽ ഒരു ടൈലിനെ ഹെഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ബോഡിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റുകളൊക്കെ ഒരു ടൈറ്റ് പ്രൂഫ് ജോയിൻ്റ് ആയിട്ട് അവൈലബിൾ ആകും. അപ്പോൾ അങ്ങനെയാണ് ഒരു പെർമനൻറ്റ് ഫാസ്റ്റനിങ് മെത്തേഡായിട്ട് റിവറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഹെഡ്, അപ്പോൾ നമ്മൾ റിവറ്റിംഗ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും ഹെഡുകൾ ഉണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഹെഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റിവറ്റിൻ്റെ പോർഷൻസ് ഓർത്ത് വെക്കണം. ഹെഡ് ഉണ്ടായിരിക്കും, ഷാങ്ക് ഓർ ബോഡിയാണ് മെറ്റീരിയലിൽ നിൽക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ബോട്ടം പോർഷനായിട്ട് ടൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ടൈപ്പേർഡ് പോർഷനായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോളിലേക്ക് ഈസി എൻട്രി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈപ്പറിങ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഏകദേശം ഒരു 0.95D വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ, ഡി എന്ന് പറയുന്നത് റിവറ്റ് ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ 0.95D വരുന്ന രീതിയിലായിരിക്കും ടൈൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ റിവറ്റിൻ്റെ മെറ്റീരിയൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസുകളാണ് അലുമിനിയം അലോയ്സ് ഉണ്ട്, സ്റ്റീലിൻ്റെ റിവറ്റ്, പിന്നെ മെറ്റൽസ് ലൈക്ക് ടൈറ്റാനിയം ആൻഡ് നിക്കൽ എക്സെട്ര. ഇനീഷ്യൽ ഫോം ഓഫ് റിവറ്റാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനെ ഫോമിങ് ചെയ്തിട്ടുള്ള ആ ഒരു റിവറ്റ് ജോയിൻസ് ഒക്കെ നമുക്ക് വരുന്ന കുറച്ച് സ്ലൈഡിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പലതരത്തിലുള്ള റിവറ്റ് ഹെഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. സ്നാപ്പ് ഹെഡ്. അപ്പോൾ ഇവിടെ ഹെഡിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ആ ഒരു പേരുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ബോഡിയുടെ ഡയമീറ്റർ ആണ് ഡി ആയിട്ട് ചൂസ് ചെയ്യുന്നത്, ബോഡി ഓർ ഷാങ്കിൻ്റെ ഡയമീറ്റർ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡയമെൻഷൻസ് എല്ലാം നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു റിവറ്റ് ജോയിൻസ് വരുന്ന സമയത്തും അതിലുള്ള എല്ലാ ഡയമെൻഷൻസും പ്രൊപ്പോർഷൻസും ഒക്കെ ഈ ഒരു റിവറ്റ് ബോഡിയുടെ ഡയമീറ്ററിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഹെഡിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് സ്നാപ്പ് ഹെഡ്, പാൻ ഹെഡ്, മഷ്റൂം ഹെഡ്, കൗണ്ടർ സങ്ക് ഹെഡ്, ഫ്ലാറ്റ് കൗണ്ടർ സങ്ക് ഹെഡ്, അപ്പോൾ അതിൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് 120 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി കൗണ്ടർ സങ്കിൻ്റെ മോൾ പോർഷനിൽ ഒരു ആർക്കും കൂടി വരികയാണെങ്കിൽ അതിനെ റൗണ്ടഡ് കൗണ്ടർ സങ്ക് വിളിക്കും. ആൻഡ് ഫ്ലാറ്റ് ഹെഡ്,
അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള റിവറ്റ് ഹെഡുകളുണ്ട്. അതിലേറ്റവും കൂടുതലായിട്ട് സ്ട്രക്ചറൽ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിവറ്റിംഗ് ഹെഡാണ് സ്നാപ്പ് ഹെഡ് എന്നുള്ളത്. PSC ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സ്നാപ്പ് ഹെഡാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിവറ്റ് ഹെഡ്. റിവറ്റിംഗ് പ്രോസസ്സ് സാധാരണ 2 രീതിയിലാണ് ചെയ്യാറ്. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഹോട്ട് റിവറ്റിംഗ്, കോൾഡ് റിവറ്റിംഗ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഹോട്ട് റിവറ്റിംഗ് എന്ന് വെച്ചാൽ റിവറ്റിൻ്റെ ആ ഒരു ടെയിൽ പോർഷനാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഹെഡാക്കുക എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ടെയിൽ പോർഷനെ നമ്മൾ ഹീറ്റ് ഉപയോഗിച്ച് ആ ഒരു എഡ്ജ് ഒരു 50 to 70% മെൽറ്റിംഗ് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്തിട്ട് അതിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഹോട്ട് റിവറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെഡ് ക്രിയേഷന് വളരെ കുറച്ച് ഫോഴ്സ് മതി. അപ്പോൾ പ്രഷർ റിക്വയർമെൻ്റ് ഒക്കെ വളരെ കുറച്ച് മതിയാവും. ഇത് ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഹോട്ട് റിവറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഒരു അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റിവറ്റിംഗ് പ്രോസസ്സ് നടക്കും. പക്ഷേ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഹീറ്റിംഗ് അഡീഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഹോട്ട് റിവറ്റിംഗ് കുറച്ച് കോസ്റ്റ്ലി ആണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ടൈറ്റ് ക്ലാമ്പിങ്ങും ബെറ്റർ ലീക്ക് പ്രൂഫ് ജോയിൻറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിവറ്റിംഗ് ആണ് ഹോട്ട് റിവറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കണം. ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് റിവറ്റിംഗ് നമ്മളെ സഹായിക്കും. ആൻഡ് കോൾഡ് റിവറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷാങ്ക് നോർമലി തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഹീറ്റിംഗ് പർപ്പസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഷാങ്കിനെ ഹീറ്റൊന്നും ചെയ്യുന്നില്ല. ഹീറ്റൊന്നും ചെയ്യാതെ ആണ് ഹെഡ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ഫോഴ്സ് അതിനു വേണ്ടി ആവശ്യമായിട്ട് വരും. ഇതാണ് ഹോട്ട് റിവറ്റിങ്ങും കോൾഡ് റിവറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ഹാമറിംഗ് ഫോഴ്സ് നമുക്ക് ഹോട്ട് റിവറ്റിങ്ങിൽ കുറയ്ക്കാൻ പറ്റും. കോൾഡ് റിവറ്റിംഗ് ആവുമ്പോൾ ഹാമറിംഗ് ഫോഴ്സ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. പിന്നെ ഹോട്ട് റിവറ്റിംഗ് ആകുമ്പോൾ ഹീറ്റിംഗ് അറ്റാച്ച്മെൻറ്റ്സ് അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടായിരിക്കും. കോൾഡ് റിവറ്റിങ്ങിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ റിവറ്റിംഗ് പ്രോസസ്സ് നടത്താൻ പറ്റും. റിവറ്റ് ജോയിൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ജോയിൻസ് ആണ് ലാപ്പ് ജോയിൻറ്റും ബട്ട് ജോയിൻറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ലാപ്പ് ജോയിൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും ബട്ട് ജോയിൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു എഡ്ജ്, അടിഭാഗത്തുള്ള ഒരു എഡ്ജിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഔട്ടർ എഡ്ജ് കയറി വരുന്ന രീതിയിൽ ഒരു ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ലാപ്പ് ജോയിൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് അടിയിലുണ്ടാവും. ആ ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് വേറൊരു പ്ലേറ്റ് കയറി നിൽക്കുന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ലാപ്പ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബട്ട് ജോയിൻറ്റിൽ 2 എഡ്ജ്, ഇപ്പോൾ ഈ ഒരു റിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 2 എഡ്ജും ഒരേ ലൈനിൽ തന്നെയാണ് വരുന്നത്. അതിന് മുകളിലായിട്ടൊരു അഡീഷണൽ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്ലേറ്റ് ആണ് ഈ ഒരു 2 എഡ്ജസിനെയും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ജോയിൻ്റാണ് ബട്ട് ജോയിൻറ്റ്. അപ്പോൾ ബട്ട് ജോയിൻറ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ട 2 പ്ലേറ്റുകൾ ഈ സെൻറ്റർ പോർഷനിൽ കാണാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു സ്ട്രാപ്പ് അറേഞ്ച്മെൻറ്റ്, പിന്നർ സ്ട്രാപ്പ്, ഔട്ടർ സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ പ്ലേറ്റ്സ് ഈ 2 പ്ലേറ്റിൻ്റെ മുകളിലും കണക്ട് ചെയ്യുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം കോമൺ ഹോളിംഗ് ഒക്കെ നടത്തിയിട്ട് റിവറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിവറ്റഡ് ജോയിൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു റിവറ്റിൻ്റെ ബോഡി എൻ്ററായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഹോള് നമ്മൾ പ്ലേറ്റിൽ ഡ്രില്ല് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്കാണ് ഒരു ഹെഡോട് കൂടിയ റിവറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻസേർട്ടൊക്കെ ചെയ്തതിന് ശേഷം ഹാമറിൻ്റെയും റിവറ്റിംഗ് ടൂളിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് സെക്കൻഡറി ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പെർമനൻറ്റ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ്, ഇവിടെ നമുക്ക് കോമൺ ഹോൾസ് ആണ് വരുന്നത്. അടിയിലുള്ള പ്ലേറ്റിലും മുകളിലുള്ള പ്ലേറ്റിലും കൂടി കോമൺ ആയിട്ടൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ റിവറ്റിംഗ് നടക്കുന്നു. അങ്ങനെയുള്ള ജോയിൻറ്റിനെയാണ് ലാപ്പ് ജോയിൻറ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ബട്ട് ജോയിൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നറായിട്ടുള്ള ഈ ഒരു റിങ്ങിൻ്റെ കണക്ട് ചെയ്യേണ്ട ആ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്ട്രാപ്പ് വെച്ചിട്ട്
കോമൺ ആയിട്ട് ഹോൾ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ സ്ട്രാപ്പിൻ്റെ മറ്റേ ഭാഗം ഇവിടെയുള്ള സിലിണ്ടറിൻ്റെ അതർ എഡ്ജുമായിട്ട് വീണ്ടും ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ രണ്ടും സിംഗിൾ റിവറ്റഡ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആകുമ്പോൾ ഒറ്റ ഹോള്, നമ്മൾ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഹോള് മാത്രം മതിയാവും. അപ്പോൾ ആ ഒരു റോയിലാണ് നമ്മൾ ഹോൾസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്ലേറ്റിലും ഓരോ ഹോള് വീതം വേണ്ടി വരും. അപ്പോൾ രണ്ട് പ്ലേറ്റിൽ മീൻസ് ഇത് ഇവിടുത്തെ സൈഡിന് ഒരു പ്ലേറ്റ് ആയിട്ടും ഈ സൈഡിന് ഒരു പ്ലേറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുമ്പോഴാണ് രണ്ട് പ്ലേറ്റിലും ഓരോ ഹോള് വീതം എന്ന് പറയാൻ കാരണം. എന്നിട്ട് ആ ഹോളുകൾ കോമൺ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ബട്ട് ജോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ജോയിൻസിന് നമ്മൾ വീണ്ടും സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്, സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ് അല്ലെങ്കിൽ ബട്ട് ജോയിൻറ്റ് എന്നിങ്ങനെ പല രീതിയിലായിട്ട് ഡബിൾ റിവറ്റഡ് ടൈപ്പ് ഉണ്ട്. ഡബിൾ റിവറ്റഡ് ആവുന്ന സമയത്ത് തന്നെ ചെയിൻ ടൈപ്പ്, സിക്സാഗ് ടൈപ്പ്, സിംഗിൾ സ്ട്രാപ്പ്, ഡബിൾ സ്ട്രാപ്പ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ. അതിനൊക്കെ നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്ന ഒരു വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ്സ് ആണ് ലാപ്പ് ജോയിൻറ്റ്, ബട്ട് ജോയിൻറ്റ്. അത് ഓർത്ത് വെക്കുക. ലാപ്പ് ജോയിൻറ്റിൻ്റെയും ബട്ട് ജോയിൻറ്റിൻ്റെയും കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസും കൂടി ഓർത്ത് വെക്കുക. ഓവർലാപ്പ് ചെയ്യുന്ന ടൈപ്പ് ജോയിൻ്റ് ആണ് ലാപ്പ് ജോയിൻറ്റ്. അഡീഷണൽ സ്ട്രാപ്പോ അല്ലെങ്കിൽ പ്ലേറ്റോ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്ന ജോയിൻ്റ് ആണ് ബട്ട് ജോയിൻറ്റ്. അപ്പോൾ അവിടെ പ്ലേറ്റുകൾ ഒരേ ലൈനിലായിരിക്കും, അതിൻ്റെ മുകളിൽ ഒരു സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ലീക്ക് പ്രൂഫിംഗ് മെത്തേഡ്സുകൾ, അപ്പോൾ ഒരു ലീക്ക് പ്രിവെൻഷൻ മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോക്കിംഗ് ആൻഡ് ഫുള്ളറിങ് ഓപ്പറേഷൻസിനെ പറ്റി ഒന്ന് നോക്കാം. ഇവിടെ പ്ലേറ്റുകൾ തമ്മിൽ നമ്മൾ പറഞ്ഞു ബോയിലർ ഷെല്ലിൻ്റെ ഒക്കെ ഔട്ടർ ഷെല്ലിലൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റിവറ്റിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ പ്രഷർ ലീക്കേജ് ഒക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റിൻ്റെ ഇടയിലും റിവറ്റ് ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലും ഒക്കെ ഇതിനെ ലീക്ക് പ്രൂഫ് ആക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സുകളാണ് കോക്കിങ്ങും ഫുള്ളറിങ്ങും. അപ്പോൾ കോക്കിംഗ് ടൂളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഒരു ചിസലിനെ പോലുള്ള ഒരു ടൂളാണ് കോക്കിംഗ് ടൂള്. അപ്പോൾ ആ കോക്കിംഗ് ടൂളിൻ്റെ പ്രത്യേകത ഷേപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാം. ഒരു ഷാർപ്പ് എഡ്ജ് വരുന്ന രീതിയിലാണ് കോക്കിംഗ് ടൂള് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോക്കിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് പ്ലേറ്റിൻ്റെ ഈ ഒരു എഡ്ജസിലൊക്കെ ഹാമറൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോഴ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ടൈറ്റ് ജോയിൻ്റ് ആയിട്ട് അത് മാറും. അതേപോലെ ഈ ഒരു റിവറ്റിൻ്റെ ഹെഡ് പ്ലേറ്റും ജോയിൻറ്റ് വരുന്ന ഈ ഒരു ഏരിയയിലും എന്ത് ചെയ്യാം, കോക്കിങ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ലീക്ക് പ്രൂഫ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കോക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഫുള്ളറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, രണ്ട് പ്രോസസ്സും ലീക്ക് പ്രൂഫ് ക്രിയേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫുള്ളറിങ് ടൂളിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇത് ഒരു ഫ്ലാറ്റ് ടൈപ്പ് ടൂളാണ് ഫുള്ളറിങ് ടൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, റിവറ്റ് ഹെഡിനെ ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സിലിണ്ടറിക്കലൊക്കെ ഉള്ള ആ ഒരു ഷേപ്പിലൊക്കെയാണ് വരുന്നത്, ഒരു ആർക്കൊക്കെ വരുന്ന ഷേപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോക്കിംഗ് ടൂൾ യൂസ് ചെയ്യും. ഫുള്ളറിങ് ടൂൾ കൂടുതലും യൂസ് ചെയ്യുക പ്ലേറ്റിൻ്റെ പ്ലേറ്റ് എഡ്ജസിനെ ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 ഡിഗ്രി ആംഗിളൊക്കെ പ്ലേറ്റിൻ്റെ എഡ്ജിലൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇതിൽ ഫുള്ളറിങ് ടൂളിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു ഹാമറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പ്ലേറ്റിനെ ലീക്ക് പ്രൂഫ് ആക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയാണ് റിവറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബേസിക് ഫാക്ടേഴ്സ്. റിവറ്റിൻ്റെ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതുവരെ കഴിഞ്ഞ പോർഷൻസിൽ നിന്നും റിവറ്റിംഗ് എന്തൊക്കെയാണ്, റിവറ്റ് ജോയിൻസ് ഏതൊക്കെയാണ്, കോക്കിംഗ് ഫുള്ളറിങ് ഓപ്പറേഷൻസ്, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വരുന്നൊരു വീഡിയോയിലായിട്ട് നമ്മൾ റിവറ്റഡ് ടെർമിനോളജീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ സീരീസ് എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകൾ നോട്ട് ചെയ്ത് വെക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.